എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഫെബ്രുവരി 6-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധ്യായം മനോഹരമായൊരു അധ്യായമാണ്. എന്നാൽ അതിൽ ഒരുപാട് ദുഃഖകരമായ സത്യങ്ങളുണ്ട്, വളരെയധികം. ചില സമയത്ത് നമുക്കറിയാം, നമ്മൾ നല്ല കൃഷികളൊക്കെ നടത്തും, കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ ചെല്ലുമ്പോൾ ആ കൃഷിത്തോട്ടങ്ങളെല്ലാം നശിച്ചു പോകും. ഇന്നത്തെ കാലത്താണെങ്കിൽ പന്നികളാണ് നശിപ്പിക്കുന്നത്. ഇസ്രായേലിൽ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരാണ്. ഈ കുറുക്കന്മാർ വന്ന് മുന്തിരി തോട്ടങ്ങളെ കുഴിച്ച് കടിച്ച് പറിച്ച് നശിപ്പിച്ച് കളയും. അതുപോലെയാണ് നമ്മുടെ ചില കുടുംബജീവിതത്തിലെ അനുഭവങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും ചില ചെറുകുറുക്കന്മാർ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സൗര്യതയെയും സന്തോഷത്തെയും നശിപ്പിച്ച് കളയും. യാക്കോബിൻ്റെ കുടുംബത്തെ വിശാലമായ ഒരു മുന്തിരിത്തോട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതാണ്. ഒരു വലിയ മനോഹരമായൊരു മുന്തിരിത്തോട്ടമാണ്. 12 ആൺമക്കളും പിന്നെ പെൺമക്കളും അവരുടെ കൊച്ചുമക്കളും എല്ലാം കൂടെ ചേർന്ന് വിശാലമായിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടം. പടർന്ന് പന്തലിച്ചിരുന്ന ആ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചില ചെറുകുറുക്കന്മാരെ നമുക്ക് അവിടെ ഇവിടെയായി കാണുവാനായിട്ട് കഴിയും. അവരൊരാൾ യാക്കോബ് തന്നെയാണെന്ന് ഞാൻ പറയട്ടെ. കാരണം എന്താണ്? റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചപ്പോൾ വാസ്തവത്തിൽ അത് ആ കുടുംബത്തിലൊരു കല്ലുകടിയാണ്. ആ കുടുംബത്തിൻ്റെ ഭദ്രതയെ നശിപ്പിക്കുന്ന ഒരു ചെറുകുറുക്കനായിട്ടാണ് ആ സ്നേഹം വരുന്നത്. യാക്കോബ് റാഹേലിൻ്റെ മകനായ യോസഫിനെ ലേയുടെ മക്കളേക്കാൾ അധികം സ്നേഹിച്ചു. അത് വേറെ ചെറുകുറുക്കനാണ്. ആ കുടുംബത്തിൻ്റെ സന്തോഷത്തെ മുഴുവൻ നശിപ്പിച്ചതാണ്. ആ കുടുംബത്തുണ്ടായതായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ യോസഫിനെ അധികം സ്നേഹിച്ചു. ജോസഫിന് ജ്യേഷ്ഠാവകാശം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ്. അതത്ര തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്. ലേയുടെ മക്കളാണ് ആദ്യജാതന്മാരായിട്ട് ജനിച്ചത്. ആദ്യം ലേയുടെ 4 മക്കളാണ് ജനിച്ചത്. അത് കഴിഞ്ഞാണ് റാഹേലിൻ്റെ ദാസിക്ക് മക്കളുണ്ടാകുന്നത്. റാഹേലിൻ്റെ മക്കളുണ്ടാകുന്നത് പിന്നെയും കഴിഞ്ഞാണ്. അപ്പോൾ ഈ ജോസഫിനെ ആദ്യജാതനാക്കാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ആ കുടുംബത്തിലെ ഒരു ചെറുകുറുക്കനായിട്ട് അതിരിക്കുകയാണ്. ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ ചിഹ്നമായിട്ട് യാക്കോബ് എന്താ ചെയ്തത്? ജോസഫിനൊരു നിലയെങ്കി ഉണ്ടാക്കി കൊടുത്തു. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. പിതാവ് ജ്യേഷ്ഠാവകാശം നൽകി മറ്റുള്ളവരുടെ മുൻപിൽ ആക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന മകന് ഒരു നിലയെങ്കി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ആ നിലയെങ്കി ധരിച്ച് വരുമ്പോൾ അപ്പം നിന്നെയാണ് ആക്കാൻ പോകുന്നതല്ലേ, ജ്യേഷ്ഠാവകാശം ഞങ്ങളെയൊന്നും അല്ല എന്ന് മറ്റ് സഹോദരന്മാർ പറയും. അപ്പോൾ ഈ നിലയെങ്കിയും ധരിച്ചുകൊണ്ടാണ് ജ്യേഷ്ഠന്മാരുടെ അടുക്കിലേക്ക് ജോസഫ് ചെന്നത്. അത് ആ കുടുംബഛിദ്രം ഉണ്ടാക്കിയ, ആ കുടുംബത്തിൽ അസൂയ ഉണ്ടാക്കിയ ഒരു ചെറുകുറുക്കനെന്ന് പറയേണ്ട വലിയ കുറുക്കനായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. ജോസഫിനെ ഏത് വിധേനയും നശിപ്പിക്കണമെന്ന് സഹോദരന്മാർ തീരുമാനിച്ചു. ജോസഫിനെ സ്നേഹിച്ചതല്ല കുഴപ്പം, അതൊക്കെ എങ്ങനെ സംഭവിക്കും. പക്ഷേ സ്നേഹം കാട്ടിയതാണ്. സ്നേഹം ഉള്ളിൽ വേണം. പല മക്കളുള്ളതിൽ ഒരു മകനെ കൂടുതൽ സ്നേഹിച്ചാൽ അത് കാണിക്കാമോ പുറമേ? ഒരിക്കലും പുറമേ കാണിക്കാൻ പാടില്ല. ഇസ്രയേലാകുന്ന ആ മുന്തിരിത്തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ട മറ്റൊരു ചെറുകുറുക്കനാണ് അവിവേകം എന്ന് പറയുന്നത്. എന്താ അവിവേകം എന്ന് പറയുന്നത്? ജോസഫിന് കൂടെ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ദൈവം അവന് സ്വപ്നങ്ങൾ കൊടുത്തു. എന്നിട്ട് ജോസഫ് എന്ത് ചെയ്യും? ഈ സ്വപ്നങ്ങളെല്ലാം വന്ന് തൻ്റെ അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞു, ഞാൻ കറ്റ കൊയ്യായിരുന്നു, എൻ്റെ കറ്റ അങ്ങ് എഴുന്നേറ്റ് നിന്നു, മറ്റേ 11 കറ്റ വന്ന് നമസ്കരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരന്മാർ അപ്പം നിന്നെ ഞങ്ങൾ നമസ്കരിക്കുമല്ലയോ? പിന്നെ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ വന്ന് നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്താണ് നീ പോഷത്വം പറയുന്നത്? നിൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെന്നെ നിന്നെ വന്ന് നമസ്കരിക്കുമെന്നോ? യാക്കോബിൻ്റെ മക്കളുടെ അടുക്കൽ വന്ന് ജോസഫ് തൻ്റെ ഈ സ്വപ്നങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞത് വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് കുടുംബത്തിനുണ്ടാക്കി. കാരണം ജോസഫ് അതൊക്കെ മനസ്സിൽ ഒതുക്കണമായിരുന്നു, അല്ലെങ്കിൽ രഹസ്യമായിട്ട് തൻ്റെ പിതാവിനോട് മാത്രം പറയണമായിരുന്നു. ഇതെല്ലാവരെയും വിളിച്ച് ഞാൻ കഴിഞ്ഞ രാത്രി എന്താ സ്വപ്നം കണ്ടെന്നറിയാമോ, നിങ്ങളെല്ലാം എന്നെ വീണ് നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധികേടായ ചില കുറുക്കന്മാരെ തന്നെ അഴിച്ചുവിട്ടതായിരിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. അതുപോലെ ഇസ്രയേലാകുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ട 3ാമത്തെ കുറുക്കനാണ് ഈ നിലയെങ്കിയും ധരിച്ചുകൊണ്ട് സഹോദരന്മാരുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടതായിരിക്കുന്ന ജോസഫ്. യാക്കോബ് വിളിച്ച് പറഞ്ഞു, ജോസഫ് പറഞ്ഞു, മോനെ, നിൻ്റെ സഹോദരന്മാർ ആടുമാടുകളെ മേയിക്കുകയാണ്, നീ അവിടെ പോയി അവരുടെ ക്ഷേമം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ജോസഫ് വളരെ അനുസരണമുള്ള മകനാണ്. അതുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ തന്നെ ജോസഫ് പോയി. എന്നാൽ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് പോകണം, വേറെ ഉടുപ്പൊന്നും ചെയ്താണോ? അല്ല. ഈ ജ്യേഷ്ഠാവകാശത്തിൻ്റെ സൂചനയായുള്ള ഉടുപ്പ് സഹോദരന്മാർ ഓൾറെഡി അവനെ പകച്ചു.
ജ്യേഷ്ഠാവകാശം അവന് കൊടുക്കുകയാണെന്ന് പിതാവ് വെളിപ്പെടുത്തിയത് മുതൽ. എന്നിട്ട് ആ ഉടുപ്പ് ഇട്ടുകൊണ്ട് സഹോദരന്മാരുടെ അടുക്കലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഈ വെളിമ്പ്രദേശത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ആരെ കാണിക്കാനാണ് ഈ നിലയും ധരിച്ചുകൊണ്ട് പോകുന്നത്? അതൊക്കെ ബുദ്ധിമോശമാണ്. അതും ഒരു ചെറുകുറുക്കനെ അഴിച്ചുവിട്ടതായിരിക്കും അനുഭവമാണ്. ഇതിൻ്റെ ഫലം നമുക്കറിയാമല്ലോ. അവർ ജോസഫിനെ ഇശ്മായിലിയർക്ക് വിറ്റു. കൊന്നുകളയാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ദൈവത്തിൻ്റെ പരിപാടിയിൽ അത് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് അവനെ ഇശ്മായിലിയർക്ക് വിറ്റു. അപ്പം ജോസഫിൻ്റെ സഹോദരന്മാർ മഹാപാതകമാണ് ചെയ്തത്. ദൈവം കാര്യങ്ങളെ നിയന്ത്രിച്ചില്ലായിരുന്നു എങ്കിൽ യാക്കോബും മക്കളും സ്വന്തം ചതിയിൽ തന്നെ വീണ് നശിക്കുമായിരുന്നു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടയവനായിരുന്ന ദൈവം ഇസ്രയേലാകുന്ന തോട്ടത്തെ ചെറുകുറുക്കന്മാർ നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ച് ആ കുറുക്കന്മാർ ചെതിനെയൊക്കെ പിടിച്ചു കെട്ടി അത് തോട്ടത്തെ സംരക്ഷിച്ചു. നമുക്കറിയാം, ജോസഫിൻ്റെ ചരിത്രം അറിയാം. അവസാനമായിട്ട് ജോസഫ് ആ കുടുംബത്തിൻ്റെ രക്ഷകനായിട്ട് വരുന്നത്. എന്നാൽ യാക്കോബ് ചെയ്തതും ജോസഫ് ചെയ്തതും ഒക്കെ ഭോഷത്വമാണ്. ഇന്നും ദൈവം തോട്ടങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. ആ തോട്ടം ഒരു കുടുംബമാകാം, ആ തോട്ടം ഒരു സഭയാകാം, ആ തോട്ടം ഒരു സമൂഹമാകാം. മനുഷ്യൻ്റെ ബുദ്ധികേടുകൾ കുടുംബത്തെയും സഭയെയും സമൂഹത്തെയും നശിപ്പിച്ചു കളയുന്ന ചെറുകുറുക്കന്മാരാണ്. അവയെ പിടിച്ചു കെട്ടി നാം കുടുംബത്തെയും സമൂഹത്തെയും സഭയെയും ഒക്കെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിപാടികൾക്ക് വളരെ അധികം കേട് സംഭവിക്കുവാനിടയാകും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെയും നമ്മുടെ സഭയുടെ സന്തോഷത്തെയും നമ്മുടെ സമൂഹത്തിൻ്റെ സന്തോഷത്തെയും ഹനിക്കുന്ന, നശിപ്പിച്ച് കളയുന്ന ചെറുകുറുക്കന്മാർ നമ്മുടെ ബുദ്ധിമോശമാകാം, നമ്മുടെ തെറ്റായ പ്രവൃത്തിയാകാം, നമ്മുടെ അസൂയയാകാം, നമ്മുടെ പകയാകാം. എന്നാൽ അവയൊന്നും നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബത്തെയും നശിപ്പിച്ച് കളയാതിരിക്കുവാൻ നാം ഏറെ സൂക്ഷ്മതയോടെ ജീവിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ.